വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇന്ന് എൻ്റെ വിച്ചു വരെയാണ്. ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ടാവും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ഷാർജ ടു കൊച്ചിയാണ് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. ഇന്നലെ നൈറ്റ് ആൾ പോളണ്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. പോളണ്ട് ടു ഷാർജ ഓൾമോസ്റ്റ് 7 hours ഉണ്ട്. ഷാർജയിൽ ലൈ ഓവർ ഉണ്ടായിരുന്നു, ഡിലേ ഉണ്ടായിരുന്നു, ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം കുറേ ഫ്ലൈറ്റ് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ക്യാൻസൽ ആവുന്നുണ്ടായിരുന്നു, സെയിം ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കുഴപ്പമില്ല, ഫ്ലൈറ്റ് കയറിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു 2-2:30 ആകുമ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ അല്ല, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്താറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4 hours ആവാറായിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ കാണാനായിട്ട്. കാരണം ഓൾമോസ്റ്റ് ഞങ്ങൾ കണ്ടിട്ട് 5 months മേലെയായി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരികയാണ്. കുറച്ച് നാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഓൾമോസ്റ്റ് ഒരു 2 weeks അത്ര തന്നെ ഉണ്ടാവുള്ളൂ, അതിന് കൂടുതലൊന്നും ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ആൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിഷസ്, കറി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കിങ്ങിന് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ മെയിൽ കഴുകി വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കുക്കിങ്ങിനൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ ഭയങ്കര വേർത്തൊലിച്ച് ആകെ ഒരു മാതിരിയാവും. അപ്പോൾ അതിന് മുന്നേ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം, ബാക്കി ആൾ വന്നിട്ട്. അങ്ങനെ ഞാൻ എന്താ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. ആൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർ ചിക്കൻ, അതുപോലെ തന്നെ പനീർ ബട്ടർ മസാല, ചപ്പാത്തി, പൊറാട്ട പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കണ്ട. പിന്നെ മുട്ട പുഴുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. മുട്ട നമ്മൾ ആൾ പറഞ്ഞില്ലെങ്കിൽ പുഴുങ്ങും, കാരണം ഇവിടെ സ്ഥിരം എല്ലാവർക്കും മുട്ട പുഴുങ്ങിയത് കഴിക്കണം. അമ്മ ഒഴിച്ച്, അമ്മയും അച്ഛൻ കഴിക്കും, അമ്മ അങ്ങനെ മുട്ട പുഴുങ്ങിയത് കഴിക്കാറില്ല. എനിക്കും അതുപോലെ തന്നെ വിച്ചുവിൻ്റെ ബ്രദറിനൊക്കെ സ്ഥിരം എന്നും മുട്ട വേണം. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, ഒരാഴ്ചയ്ക്ക് നമ്മളൊരു ട്രേ മുട്ടയാണ് വാങ്ങാറുള്ളത്. അത്രയും മുട്ടയ്ക്ക് ഇവിടെ ഭയങ്കര ചിലവാണ്. അപ്പോൾ മുട്ട നമ്മൾ സ്ഥിരം പുഴുങ്ങുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒന്ന് ഫ്രിഡ്ജിലാകെ 4 മുട്ടയുള്ളൂ. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഓരോ മുട്ട വെച്ച് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം 2 മുട്ട 3 മുട്ട ഒക്കെ വെച്ച് കഴിക്കും കേട്ടോ. ഒരു നേരം ആകെ ഒരു നേരം കഴിക്കുള്ളൂ ദിവസത്തിൽ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു മുട്ട വെച്ചിട്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് ഫസ്റ്റ് മുട്ട പുഴുങ്ങാം, കാരണം അതാണ് ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ്. നേരത്തെ പറഞ്ഞ പോലെ മുട്ടയാണ് നമുക്കിവിടെ സ്ഥിരമായിട്ട് ചിലവായി പോകുന്നൊരു സംഭവം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് കത്തിച്ച് വെള്ളം വെച്ച് അതിൽ ബോയിൽ ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഗ്യാസ് ഓഫാക്കി വീണ്ടും ചിലപ്പോൾ മുട്ട കഴിക്കാൻ തന്നെ വീണ്ടും വെക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ അടുത്താണ് ഞാനൊരു കാര്യം അറിഞ്ഞത്, മുട്ട ബോയിൽ ചെയ്യാൻ ഒരു മെഷീൻ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ പർച്ചേസ് ചെയ്ത മെഷീൻ നിങ്ങളെ കാണിച്ചാൽ കേട്ടോ. ഇതാണ് മെഷീൻ. ഇത് അഗാരോൻ്റെ ഗ്രാൻഡ് എഗ് ബോയിലർ ആൻഡ് പൗച്ചർ ആണ് കേട്ടോ. ഒറ്റ സമയം കൊണ്ട് നമുക്ക് 8 മുട്ടയും അതുപോലെ തന്നെ 4 പൗച്ചറും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ 1 step ഓപ്പറേഷനാണ് കേട്ടോ വരുന്നത്. നമുക്ക് ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മെഷീൻ സ്റ്റാർട്ടാവും. 3 ബോയിലിംഗ് ടൈപ്സ് വരുന്നുണ്ട്, സോഫ്റ്റ്, മീഡിയം, ഹാർഡ് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആണ്, അതുപോലെ തന്നെ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷനും തരുന്നുണ്ട് കേട്ടോ. ഇതിന് കൂടുതൽ എന്താ വേണ്ടല്ലേ നമുക്ക്. ഇതിന് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോഡിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് ഗ്രേഡിൻ്റെ ഹീറ്റിംഗ് പ്ലേറ്റും കൂടി വരുന്നുണ്ട്. കുക്ക് ചെയ്യണം നമുക്ക് ഇതുപോലെ ഇങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ലിഡ് വരുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ കൂടെ തന്നെ ഒരു മെഷറിംഗ് കപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. എഗ്ഗ് മാത്രമല്ല കേട്ടോ നമുക്ക് ഇതിൽ ബോയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസും അതുപോലെ തന്നെ മോമോസൊക്കെ സ്റ്റീം ചെയ്യാനും പറ്റും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈസി ടു യൂസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റുഡൻസ്, ഓഫീസിൽ പോകുന്നവർക്ക്, ട്രാവൽ ചെയ്യുന്നവർക്ക്, കുഞ്ഞ് കിച്ചണുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. 2 year മാനുഫാക്ചർ വാറൻറ്റിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ 500 വാട്ടിൻ്റെ പവറാണ് കേട്ടോ വരുന്നത് ഇതിന്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ മെഷർമെൻറ്റിൽ കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള മെഷർമെൻറ്റിൽ വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ട് ട്രേ വെച്ചു. അതിനുശേഷം ഇപ്പോൾ ഞാൻ 3 egg ആണ് കേട്ടോ ബോയിൽ ചെയ്യണത്. അപ്പോൾ അത് ഞാനിതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അറ്റ് എ ടൈം നമുക്ക് 8 egg ബോയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ഓൺ ആക്കി ഈ ഒരു ഒറ്റ ബട്ടൺ മാത്രമേ ഉള്ളൂ, ബ്ലൂ LED ലൈറ്റ് കത്തോട്ടപ്പോഴേക്കും ഈ ഒരൊറ്റ ബട്ടൺ മാത്രം അമർത്തിയാൽ മതി, ഇത് ഓൺ ആവും. ഓട്ടോമാറ്റിക്കലി ഓവർ ഹീറ്റ് ആയി അത് ഓഫ് ആവും കേട്ടോ. ഒരു 10 minutesന് ഉള്ളിൽ ഇത് ബോയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് ഓഫ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ മുട്ടയുടെ തോടൊക്കെ കളഞ്ഞപ്പോൾ നല്ല രീതിക്ക് മുട്ട പുഴുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് 3 ടൈപ്പിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ഞാൻ മുട്ട പൗച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു, ട്രേ വെച്ചു. പിന്നെ ഈ ഒരു ട്രേയിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒറ്റ മുട്ടയാണ് കേട്ടോ പൗച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചൊട്ട് കൊടുത്തു. ഞാൻ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദെൻ ഞാൻ ആ ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് പോലെ മെഷീൻ ഓണാക്കി ഓഫാക്കി. ഇതാ മുട്ട പൗച്ചർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു വട്ടം വീണ്ടും കഴിച്ചു നോക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ചിങ്ങനെ സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി അതും അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു മെഷീനാണ് കേട്ടോ. മുട്ടയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ബോയിൽ ചെയ്യാനും പൗച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു സ്ക്രീനിൽ ലെഫ്റ്റിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അങ്ങനെ എഗ് ബോയിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സൈഡിൽ എഗ് പൗച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബട്ടർ ചിക്കനും അതുപോലെ തന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക കംപ്ലീറ്റ് റെസിപ്പി നിങ്ങൾ എന്നോട് ചോദിക്കരുത്. അത് വേണമെങ്കിൽ ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. കാരണം ഇതിൽ ഞാൻ വളരെ കുറച്ച് പാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള ഓണിയൻസ് ഇട്ടു ആദ്യം, അതൊന്ന് വഴറ്റി കൊടുത്തു. അതിലേക്ക് ഞാൻ തക്കാളി ഇട്ടു, വഴറ്റി കൊടുത്തു, മസാലാസ് ഇട്ടു, വഴറ്റി. ദെൻ ഞാനത് ചൂടാറിന് ശേഷം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തു. അപ്പം ഞാനത് പകുതിയാക്കി കേട്ടോ. കാരണം രണ്ടും ബട്ടർ മസാല ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പകുതി ഞാൻ ചിക്കനിലേക്കും പകുതി ഞാൻ പനീറിലേക്കും എടുത്തു. അത് ചിക്കനും അതുപോലെ തന്നെ അപ്പുറത്തുള്ളത് പനീർ ബട്ടർ മസാലയാണ്. ഫ്രഷ് ക്രീമൊക്കെ വെച്ച് ഞാൻ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കുക്കിംഗ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഫൈനലി എങ്ങനെ എൻ്റെ കിച്ചൺ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി, പനീർ ബട്ടർ മസാല ഉണ്ടാക്കി, അതുപോലെ തന്നെ എഗ് ബോയിൽ ചെയ്തു, ഇത്രയൊക്കെ ഉണ്ടാക്കിയുള്ളൂ. ഇനിയിപ്പോൾ ചപ്പാത്തി അമ്മ ഉണ്ടാക്കുന്നുണ്ട്, പൊറോട്ട നമ്മൾ ഷോപ്പിൽ പോയി മേടിക്കാൻ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ടല്ലോ. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിച്ചുവിൻ്റെ ഫ്ലൈറ്റൊക്കെ അരമണിക്കൂർ മാത്രമേ ഡിലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എയർപോർട്ടിൽ കുറച്ചധികം നേരം പോയി. ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. വിച്ചു ശരിക്കും 10 മണിക്ക് വീട്ടിലെത്തേണ്ട വിച്ചു 10 മണിക്കാണ് എയർപോർട്ടിൽ നിന്ന് പോന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു 2 hours മേലെ ഉണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12-12:30 ആകുമ്പോഴേക്കും വിച്ചു വീട്ടിലെത്തുള്ളൂ. എൻ്റെ മുഖമൊക്കെ ഒരു മാതിരിയായിട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അധികം നേരം നമ്മൾ കിച്ചണിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഫുൾ സ്ട്രെച്ചിലിങ്ങനെ നിൽക്കല്ലേ, ഇങ്ങനെ ഇരിക്കാണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ടയർഡായിപ്പോയി. അപ്പോൾ ഞാനൊന്ന് എൻ്റെ ഹെൽത്ത് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിൽ വന്നതാണ്. കുറച്ച് നേരം ഇനി കിടക്കും, കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യും, ഒരു മൂവി കാണാൻ പ്ലാനുണ്ട്. ഓൾറെഡി പകുതി കണ്ടു വെച്ച മൂവിയാണ്, അപ്പോൾ പകുതി കാണാം, അപ്പോഴേക്കും വെച്ച് എത്തും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. യെസ്, ഇതിപ്പോൾ വല്ലാത്തൊരു സർപ്രൈസ് ആയിട്ടോ. ഞാനിങ്ങനെ ഉമർത്തിരിക്കുകയായിരുന്നു ഈ കാറ് വരുന്നതെന്ന് നോക്കിയിട്ട്. ഞാൻ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടിരുന്നത്, അതായത് വീണ്ടും ഉള്ളിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഇരുന്നത്. പക്ഷെ ഞാൻ വിച്ചു വന്നത് അറിഞ്ഞെന്നില്ല. വിച്ചു എന്ത് ചെയ്തു, വിച്ചു ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് കാറ്, അതായത് ഊബർ ഒരു എന്താ പറയുക കുറച്ചധികം ദൂരെ നിർത്തിയിട്ട് വിച്ചു നടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാറ് വന്ന കണ്ട ഞങ്ങൾ സർപ്രൈസൊക്കെ പോവുമല്ലോ, ഞങ്ങൾ കാണുമല്ലോ. അപ്പോൾ അത് അവന് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നടന്നിട്ട് സർപ്രൈസ് തരാൻ വന്നതാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ ശരിക്കും ഞെട്ടി. ഞങ്ങൾ കാറ് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ മൂപ്പരുടെ നടന്ന് വരുന്നു. വന്നുടനെ തന്നെ കുറേ നേരം നമ്മളിരുന്ന് സംസാരിച്ചു കേട്ടോ. കുറേ നേരം സംസാരിച്ചു. അതിന് ശേഷം നമ്മൾ പിന്നെ എന്താ പറയുക പെട്ടി പൊട്ടിക്കൽ ചടങ്ങായിരുന്നു. അങ്ങനെ ആദ്യം മിഠായിയുടെ കവറാണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. കുറച്ചധികം മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരു ഇതെല്ലാ വീട്ടിലേക്കും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉള്ള മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ അധികം മിഠായി ആവശ്യമില്ല, അങ്ങനെ ആരും അധികം മിഠായി കഴിക്കില്ല. അപ്പോൾ നമ്മളെല്ലാവർക്കും കുറച്ചായിട്ട് കുറേ വീടുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഫാമിലിക്കും ഉണ്ട്, വിച്ചുൻ്റെ ഫാമിലിക്കും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട്. പിന്നെ വിച്ചുൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേര് പോളണ്ടിലുണ്ട്, കസിൻസൊക്കെ. അപ്പോൾ അവരുടെ ഫാമിലിക്കുള്ള മിഠായി കവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഫാമിലിക്ക് കൊടുക്കാനുള്ളതുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യുകയാണ്. സെഫോറയുടെ കവർ കണ്ടോ? സെഫോറയുടെ കവർ എനിക്കുള്ളതാണ് കേട്ടോ. എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. ഞാൻ എന്താ പറയുക സെഫോറയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇന്നത് വാങ്ങ് പറഞ്ഞിട്ട് ഐലൈനർ, മസ്കാര, ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ ബ്ലഷ്, ഐ ഷാഡോ, ഇതൊക്കെയാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാനിരുന്നു എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ വിച്ചുൻ്റെ ഫുഡ്. വിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയത്. ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ട് വിച്ചു കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ വിച്ചുൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു. നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ അധികം വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കുറേ കാലമായിട്ട് വന്ന് കാണുന്നതാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര വർത്തമാനം പറയലൊക്കെ ആയിരുന്നു. അത് കാരണം ബാക്കിയുള്ള വ്ളോഗ്സ് വഴിയേ വരുട്ടോ. ഞാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ, ബാക്കിയുള്ള വ്ളോഗ്സ് വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ലവ് യു ഓൾ.